പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല, കർത്താവ് പോലും നോക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർ ഇന്നത്തെ ഒന്നാമത്തെ വായനയും സുവിശേഷവും ഒന്നിച്ചിരുന്നൊന്ന് വായിക്കണമെന്ന് നല്ലത്. ഒന്നാമത്തെ വായനയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ കർത്താവ് യെശയ്യായോട് പറയുന്നുണ്ട്. അപ്പോൾ യെശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ഹെസക്കിയായോട് പറയുക, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു, ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടെ ഞാൻ ദീർഘിപ്പിക്കും. സുവിശേഷത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ശിഷ്യന്മാർക്കെതിരായി യഹൂദന്മാര് ഫരിസയര് പരാതിയുമായിട്ട് വരുന്നൊരു കാഴ്ച കാണും. ഇതാ നിന്റെ ശിഷ്യന്മാർ സാപത്തിൽ നിഷിദ്ധമായത് ചെയ്യുന്നു. ആ സമയത്ത് കർത്താവ് അവർക്കിങ്ങനെ ഒരു സംരക്ഷണ കവചം തീർക്കുന്ന കാഴ്ച കാണും. നമ്മൾ പഴയ നിയമത്തിൽ നിന്നുള്ള ദാവീദിൻ്റെ ഒരു ഉദാഹരണമൊക്കെ എടുത്തിട്ട്, കാഴ്ചയപ്പം പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാവുന്ന കാഴ്ചയപ്പം ദേവാലയത്തിൽ കയറി ദാവീദും അനുചരന്മാരും ഭക്ഷിച്ചത് എങ്ങനെയെന്ന് നിങ്ങൾ ഉത്തരം പറയുവനെന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ സംരക്ഷണം നൽകുന്ന കർത്താവിനെ കാണും. ഇതിനകത്ത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ വായനയിൽ ആരോടാണ് ഈ കർത്താവ് നിനക്ക് ഞാൻ സൗഖ്യം നൽകുമെന്ന് പറയണമെന്നുള്ളത്? ഹെസക്കിയ രാജാവിനോട് ഈ ഒന്നാമത്തെ വായനയുടെ തുടക്കത്തിൽ കർത്താവ് പറയുന്നുണ്ട്. ആമോസിൻ്റെ പുത്രനായ യെശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. അത്രയ്ക്കും കർത്താവിനോട് ദ്രോഹം ചെയ്ത, പാപം ചെയ്ത മനുഷ്യനോട് കർത്താവ് പറഞ്ഞതാണ്, നീ സുഖം പ്രാപിക്കുകയില്ല, നീ മരണം പ്രാപിക്കും, നീ മരിക്കും, അതുകൊണ്ട് നിന്റെ ഭവനം ക്രമപ്പെടുത്തി വെക്കുക. അതിനുശേഷം ഹെസക്കിയ കരഞ്ഞു എന്ന് പറയണത് വചനം അതാ പറയണേ. ഹെസക്കിയ അപ്പോൾ കർത്താവിൻ്റെ മുൻപിൽ വേദനയോടുകൂടെ കരഞ്ഞു. അപ്പോൾ കർത്താവ് യെശയ്യായോട് പറഞ്ഞു, അവനോട് പറയുക, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു, ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ നീട്ടി തന്നിരിക്കുന്നു. എത്ര പാപം ചെയ്താലും ആ കർത്താവിൻ്റെ മുൻപിൽ ചെന്ന് നേറ്റ് പറയുമ്പോൾ, നമ്മുടെ കണ്ണ് നിറയുമ്പോൾ, നമ്മളെക്കുറിച്ചുള്ള നമ്മളുടെ മേലുള്ള എല്ലാ തിന്മകളും ശാപങ്ങളും എടുത്തു മാറ്റാനായിട്ട് കനിവുണ്ടാകുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. 15 വർഷം കൂടി ആയുസ് നീട്ടിക്കൊടുത്തു എന്ന് പറയണേ. ജീവന്റെയും മരണത്തിൻ്റെ മേലും അധികാരമുള്ള കർത്താവ് മരിക്കാനായി നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന ഒരാൾക്ക് ജീവിതം നീട്ടിക്കൊടുക്കുന്ന കാഴ്ച എന്നെ കർത്താവ് നോക്കുന്നില്ല എന്ന് പറയണതിൽ എന്തർത്ഥമുള്ള? അവൻ്റെ മുൻപിൽ കണ്ണീരോടുകൂടെ നിൽക്കുന്ന ഓരോ മനുഷ്യനും സ്വർഗത്തിൻ്റെ വലിയ പദ്ധതികൾ അവന് വേണ്ടി ഒരുക്കി വെക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. രണ്ടാമത്തെ വായനയിൽ പറഞ്ഞല്ലോ, ഇത് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് നിഷിദ്ധമാണ്. കർത്താവ് അത് അനുസരിച്ചിരുന്നതാണ്. സാപത്ത് ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ധിക്കരിക്കുക എന്നുള്ളതാണ് അർത്ഥം. അതിന് അതേ കാര്യം പറഞ്ഞിട്ടാണ് ഫരിസയര് ശിഷ്യന്മാർക്ക് എതിരായിട്ട് വരണേ. പക്ഷെ വിശന്ന മനുഷ്യരുടെ വയറിൻ്റെ കാളല് കണ്ട കർത്താവ് അവരെ ഡിഫെൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണണേ. ശരിയാണ്, നിയമമാണ്, സാപത്തിൻ്റെ ലംഘനമാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിനകത്തൊന്നും പറയാനായിട്ടില്ല. തൻ്റെ ശിഷ്യന്മാരുടെ കുറ്റമായിട്ട് അവരെ തിരുത്തേണ്ടതാണ്. പക്ഷേ ഉള്ളു കാണുന്ന കർത്താവ്, അത് വയറിൻ്റെ മാത്രമല്ല, ഹൃദയത്തിൻ്റെ വേദനയും ശരീരത്തിൻ്റെ വിശപ്പും ഒക്കെ കാണുന്ന കർത്താവ് അവർക്ക് കൂട്ടുനിൽക്കുന്ന, അവർക്ക് സംരക്ഷണം നൽകുന്ന, അവരെ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന തമ്പുരാനെ നമ്മൾ കാണും. കർത്താവ് കാണുന്നില്ലെന്നാണോ പറയണേ? ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം കാണണം. കർത്താവെ, നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു. എത്ര തവണ? ഒരു തവണയൊന്നും അല്ലല്ലോ, എത്ര തവണ രക്ഷിച്ചതാണ്. കർത്താവെ, നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എന്നെ അങ്ങ് രക്ഷിച്ചു. ആ തമ്പുരാന് നന്ദി അർപ്പിച്ച് വേണം ഇന്ന് നമുക്ക് ഉറങ്ങാനായിട്ട്, പോകാനായിട്ട്. അത്രയും സംരക്ഷണം, അത്രയും കരുതൽ. ബോബിയച്ചനൊക്കെ തൻ്റെ പുസ്തകത്തിൽ എഴുതുന്നത് പോലെ കണ്ണ് നിറഞ്ഞ കരം കൂപ്പി നിൽക്കാനും മാത്രം അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും കർത്താവ് നമുക്ക് തന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നാവുകളിൽ പരാതി മാത്രം നിറഞ്ഞു നിന്ന് നമ്മൾ ഉറങ്ങാൻ പോകുന്നത്? ഈ ദിവസം തന്ന നന്മകൾ മാത്രം മതി ഇങ്ങനെ കരം കൂപ്പി കണ്ണ് നിറഞ്ഞു നിൽക്കാനായിട്ട്.
തമ്പുരാൻ തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി അർപ്പിച്ചുകൊണ്ട് എത്രമാത്രം എന്നെ കരുതുന്നുവെന്ന്, എൻ്റെ ശരീരത്തിൻ്റെ പ്രയാസങ്ങളും എൻ്റെ മനസ്സിൻ്റെ വേദനകളും അവിടുന്ന് കാണുന്നുണ്ടല്ലോ എന്ന്, എൻ്റെ കണ്ണീര് അവിടുന്ന് ഗൗരവത്തിലെടുക്കുന്നുണ്ടല്ലോ എന്നോർത്ത് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ എൻ്റെ പ്രയാസം നിറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക്, മനസ്സ് തളർന്നിരിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് ഇടപെടണമേ എന്ന്, അവിടുത്തെ ആശീർവാദവുമായി കടന്നു വരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മുട്ടിന്മേലായി പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹെസക്കിയായിക്ക് ദീർഘായുസ് നൽകിയ, മരണത്തിന്റെ മുൻപിൽ നിന്ന് ആയുസ് നീട്ടിക്കൊടുത്ത കർത്താവെ, ഞങ്ങളും ഇതാ അങ്ങയുടെ മുൻപിൽ നിന്ന് കരയുന്നു. ഞങ്ങളുടെ കരച്ചിൽ കാണുകയും ഈ രാത്രിയിൽ എന്നല്ല ഇനിയുള്ള കാലം മുഴുവനും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യണമേ. ശിഷ്യന്മാർക്ക് അവരുടെ കുറവുകളിലും പ്രയാസങ്ങളിലും സംരക്ഷണം നൽകിയ തമ്പുരാനെ, ഞങ്ങളുടെ ഇടർച്ചകളുടെ സമയത്ത് ഞങ്ങളെ താങ്ങിയെടുക്കാൻ അങ്ങ് കൂടെ ഉണ്ടാകണമേ. ഉറക്കത്തിലേക്ക് പോകാം, ഈശോയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.